നമോ ഭഗവതേ പരശുരാമായ വിശ്വദർപ്പണഹരായ മോദായ മതനാശിഹേ ശ്രീം 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 മഹാകാലചക്രായ വിശ്വമതശാന്താത്മനേ ശത്രുവംശവിഘാതായ സർവലോകൈകവന്ധ്യായ ശ്രീം ശ്രീം നമോ നമഃ. ആത്മഭാവങ്ങളെ, പുരാണ കഥകളിലൂടെയുള്ള നമ്മുടെ യാത്രയിൽ ഇന്നത്തെ കഥ രാമൻ പരശുരാമനായതാണ്. പ്രിയരെ, ഒരിക്കൽ അഗ്നിദേവൻ ക്ഷത്രിയ വംശത്തെ പ്രമുഖ രാജാവായിരുന്ന കാർത്തവീര്യാർജുനന്റെ അടുക്കൽ വന്ന് യാചിച്ചു, രാജാവേ, ഞാൻ ഭിക്ഷാന്തേഹിയായി ഇപ്പോൾ അവിടുത്തെ മുന്നിൽ നിൽക്കുന്നു. എനിക്ക് ഭക്ഷണം തന്നാലും. അല്ലയോ ദേവ, അവിടുന്ന് ഭിക്ഷ ചോദിക്കുകയല്ല, കൽപ്പിക്കുകയാണ് വേണ്ടത്. അവിടുത്തെ കൽപ്പന അനുസരിക്കുന്നത് പോലും ഭാഗ്യമാണ്. പ്രഭോ, അവിടുന്ന് എന്റെ രാജ്യത്തിൽ എവിടെ നിന്നെങ്കിലും ആവശ്യമുള്ളിടത്തോളം ആഹാരം എടുത്തുകൊള്ളുക. കാർത്തവീര്യാർജുനൻ തൊഴുകൈകളോടെ പറഞ്ഞു. അതനുസരിച്ച് അഗ്നിദേവൻ കാർത്തവീര്യാർജുനന്റെ രാജ്യത്തെ കാടും മേടും ഭക്ഷിച്ചു തുടങ്ങി. ഇക്കാലത്ത് ഒരു മുനി അഗ്നിദേവൻ ഭക്ഷിക്കാൻ തുടങ്ങിയ കാട്ടിൽ തപസ്സനുഷ്ഠിക്കുന്നുണ്ടായിരുന്നു. അഗ്നിജ്വാലകൾ കൊണ്ട് തപസ്സിലേർപ്പെട്ടിരുന്ന ആ മുനിയുടെ ആശ്രമം കത്തിക്കരിഞ്ഞുപോയി. കുപിതനായ മഹർഷി കാർത്തവീര്യാർജുനനെ ഇപ്രകാരം ശപിച്ചു: ഹേ രാജാവേ, അവിടുന്ന് അഗ്നിദേവന് ഭക്ഷണം ദാനം ചെയ്തപ്പോൾ സഹജീവികളെക്കുറിച്ച് ചിന്തിച്ചില്ല. ദാനധർമ്മിഷ്ഠൻ എന്ന പേര് സമ്പാദിക്കാൻ കൊതിച്ച നിന്റെ അഹങ്കാരം ക്ഷമിക്കാൻ സാധിക്കില്ല. അല്ലയോ ക്ഷത്രിയ, ഇതിന്റെ ഫലം നീ അനുഭവിക്കുക തന്നെ ചെയ്യും. മഹാവിഷ്ണു ബ്രാഹ്മണ വംശത്തിൽ പിറന്ന് പരശുരാമനായി അവതരിച്ച് നിന്നെയും നിന്റെ വംശത്തെയും ഉന്മൂലനം ചെയ്യുന്നതായിരിക്കും. ഇക്കാലത്ത് പ്രസേനജിത്തിന്റെ പുത്രിയായ രേണുകയെ ജമദഗ്നി മഹർഷി വിവാഹം കഴിച്ചു. മഹാവിഷ്ണു പുത്രനായി പിറക്കാൻ രേണുക ആഗ്രഹിച്ചിരുന്നു. ഇതിനായി ദേവി ബ്രഹ്മദേവനെ തപസ്സനുഷ്ഠിച്ചു. ദേവിയുടെ തപസ്സിൽ പ്രസന്നനായ ബ്രഹ്മദേവൻ പ്രത്യക്ഷനായി വരം നൽകി. അനന്തരം ഗർഭിണിയായ രേണുക പരശുരാമന് ജന്മം നൽകി. പരശുരാമന് മുമ്പ് തന്നെ ജമദഗ്നിക്കും രേണുകയ്ക്കും ഋമണന്വൻ, സുഹോത്രൻ, വസു, വിശ്വവസു എന്നിങ്ങനെ 4 പുത്രന്മാരുണ്ടായിരുന്നു. പരശുരാമൻ ബാല്യകാലത്തു തന്നെ അസ്ത്രശാസ്ത്ര വിദ്യകളിൽ അവഗാഹം നേടിയിരുന്നു. എങ്കിലും ധനുർവിദ്യയിലായിരുന്നു പരശുരാമന്റെ സവിശേഷ ശ്രദ്ധ. ധനുർവിദ്യയിൽ ലോകത്ത് ആരെക്കാളും പ്രാഗൽഭ്യം നേടാൻ പരശുരാമൻ ബാല്യത്തിലെ ആഗ്രഹിച്ചിരുന്നു. ആ ആഗ്രഹത്തെ മുൻനിർത്തി പരശുരാമൻ ഹിമാലയ പ്രാന്തത്തിൽ ചെന്ന് അനേക വർഷം ശിവഭഗവാനെ തപസ്സനുഷ്ഠിക്കുകയുണ്ടായി. സന്തുഷ്ടനായ ശിവഭഗവാൻ ദിവ്യായുധങ്ങൾ ദാനം ചെയ്ത് പരശുരാമനെ അനുഗ്രഹിച്ചു. ഇക്കാലം വരെ പരശുരാമൻ രാമൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പരമശിവൻ നൽകിയ ദിവ്യായുധങ്ങളിൽ പരശു എന്നൊരു മഴുവും ഉണ്ടായിരുന്നു. പരശുവുമായി യുദ്ധഭൂമിയിൽ നിൽക്കുന്ന രാമന് 10 മടങ്ങ് ശക്തനും ആരാലും പരാജയപ്പെടുത്താനാവാത്തവനുമായിരിക്കുമെന്ന് പരമേശ്വരൻ അനുഗ്രഹിക്കുകയുണ്ടായി. അന്നു മുതൽക്കാണ് രാമൻ പരശുരാമനായി അറിയപ്പെടാൻ തുടങ്ങിയത്. സ്നേഹപൂർവ്വം, രഞ്ജൻ കയനാടത്ത്.